വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ശിവയുടെ വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫുള്ളൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് സെറ്റാക്കുകയാണ്. ഇത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ എങ്ങനെയാണ് ഞാൻ സാരി എടുക്കുന്നത്. ഇത് അമ്മയുടെ സാരി അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ബ്ലൗസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഏകദേശമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ലുക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയണേ. അപ്പോൾ നേരെ നമ്മളത് അങ്ങോട്ട് എത്തി. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. താലികെട്ടിന് 2-3 മിനിറ്റ് മുന്നെയാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ താലികെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അതാണ് ശിവയും അതുപോലെ അവളുടെ ഹസ്ബൻഡും. അങ്ങനെ അവിടെ ദാ അപ്പോഴേക്ക് എന്തൊക്കെ കളേഴ്സിൻ്റെ സംഭവങ്ങളും എന്തൊക്കെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാദസ്വരമേളവും അതുപോലെ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ കോപ്പിറൈറ്റ് കാരണം നമുക്ക് അതെല്ലാം മ്യൂട്ടാക്കേണ്ടി വന്നു കേട്ടോ. അതും കൂടെ കേൾക്കുകയാണെങ്കിൽ അടിപൊളിയായതിനേന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അവിടെ സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല റഷായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ഫ്രണ്ട്സിനെ എല്ലാവരും കണ്ടു കേട്ടോ. അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശ്വതി, ആതിര, ഷിബി, ഹസ്ന അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കണ്ടു. കൂടെ ഇത് അശ്വതിയുടെ ബേബിയാണ്. അപ്പോൾ ഞങ്ങളത് ബേബീനൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഈ നേരം ഫുൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ ശിവയുടെ അടുത്ത്. അപ്പോൾ അവിടെ ഒന്ന് ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഒന്ന് കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടി ഇതാ ഞങ്ങളായിട്ടൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ. വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഫോണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒപ്പം കുറച്ച് നേരം ഒന്ന് കുട്ടീനൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴായിട്ടോ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം എല്ലാ ഫ്രണ്ട്സിനെയും ഇതുപോലെ കുട്ടികളെ ഹസ്ബൻഡ്സിനൊക്കെ മീറ്റ് ചെയ്യുക. ഇത് സംഭവം എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ശിവ വന്നിട്ട്. അപ്പോൾ അപ്പും കൂടെ വന്നതാണ്. ഇപ്പോൾ അപ്പൂൻ്റെയും കൂടെ ഫ്രണ്ടാണെന്ന് പറയാം. അങ്ങനെ ഇതാ അവിടെ ഇപ്പോൾ സിന്ദൂരം ചാർത്തലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം എന്താ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവളുടെ കോളേജിലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും എന്താ ഡാൻസും കാര്യങ്ങളൊക്കെ കിടിലൻ ഡാൻസ് ആയിരുന്നു. നല്ല സോങ്സും ഉണ്ടായിരുന്നു. സോങ്സും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ അടിപൊളി ആയനെ കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ കുട്ടീൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റേജിലോട്ട് കയറാം കേട്ടോ. കാരണം ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് തോന്നി. കാരണം അത്രയും റഷാണ്. അങ്ങനെ ഞങ്ങൾ പതിയെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി തുടങ്ങിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ശിവയുടെ ഹൽദി അതുപോലെ ടെമ്പിൾ ലുക്കിൻ്റെ ഒക്കെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് വെഡ്ഡിങ് സാരിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു സട്ടിൽ ലുക്കായിരുന്നു. ഒരു മേക്കപ്പ് ആയാലും നല്ല മിനിമൽ ആയിട്ടായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്താ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കാത്ത് നിന്നാണ് കേട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കും പോയിട്ട് അർജൻറ്റ് ഉണ്ടായിരുന്നു. വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങണം. ആദ്യം വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇതാ ഇതുപോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറാമാൻ പറഞ്ഞു ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ആ ഫ്രണ്ടിൽ അവളുടെ കൂടെ പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയായിട്ടും എടുത്തു. അതുപോലെ തന്നെ ഞാനും ഒപ്പം കൂടെ ആയിട്ടും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. വെഡ്ഡിങ് ഇത് ഇന്നലെ കഴിഞ്ഞുള്ളൂ. ഞാൻ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ വിഷൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഇതാണ് കേട്ടോ ആതിര. അങ്ങനെ ഇനി നമ്മളൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം എന്തെങ്കിലും കാണുമ്പോൾ ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അന്ന് സത്യം പറഞ്ഞ് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവർക്കും തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവരൊക്കെ സദ്യയാണ് കേട്ടോ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഒപ്പം ബിരിയാണി കഴിക്കാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് തുടങ്ങണം. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി മൊത്തത്തിൽ ചൂടെടുത്തിട്ട് ഈ സാരിയൊക്കെ എടുത്തിട്ട് ആകെ ഒരു കഥയായിരുന്നു കേട്ടോ. ഞാൻ എന്തോ പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു സാരി എടുക്കാമെന്ന്. ഞാനൊരു ചുരിദാർ ഇടാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ഇഷ്ടത്തിനുണ്ട് സാരി കണ്ടപ്പോൾ അതെടുത്ത് എടുത്തു എന്നുള്ളൂ കേട്ടോ. പൊന്നുമാണ് കേട്ടോ എനിക്ക് സാരിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കാണാൻ മറക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച നമുക്ക് ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ കേട്ടോ. ഈ ഒരു വെഡ്ഡിങ് ലുക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയത് ആ ഫുഡൊക്കെ അടിച്ച് ഇരുന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കേക്ക് ബേക്കിങ്ങും അതുപോലെ ലാബിൽ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.